അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫൈസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ ഇന്ത്യൻ സെന്റർ ദുബൈ സംഘടിപ്പിക്കുന്ന ഇമാറാത്തിലെ ജുമാ ഖുത്ബ തർജ്ജമയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ഖുത്ബയുടെ പ്രമേയം സ്വരാജ്യത്തിൻ്റെ പ്രതിരോധം പരിപാവനമായ കർത്തവ്യവും കടമയുമാണ് എന്ന വിശാലമായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യ സമൂഹത്തോട്, പ്രത്യേകിച്ചും വിശ്വാസികളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളായ സമൂഹമേ, ഇസ്ബിറു, നിങ്ങൾ സഹനശീലമുള്ളവരാവണം, വസ്വാബിറു, നിങ്ങൾ പരസ്പരം സഹകരിക്കണം, വറാബിത്തു, നിങ്ങൾ സുസജ്ജരായിരിക്കണം, വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുന്നവരാകണം, നിങ്ങൾ വിജയികളിൽ പെടാൻ വേണ്ടി. ഇവിടെ നാം ഓരോരുത്തരും ജീവിക്കുന്ന നമ്മുടെ രാജ്യം, അതോരോ മനുഷ്യന്റെയും ജീവിതത്തിൻ്റെ കളിത്തൊട്ടിലാണ്. അവൻ്റെ ആദ്യ പാഠശാലയാണത്. അവൻ്റെ എല്ലാമാണ് അവൻ്റെ രാജ്യം. ആ രാജ്യത്തിൻ്റെ മണ്ണിലാണ് അവൻ ജനിച്ചു വീണതും. ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിലാണ് അവൻ ജീവിച്ചു വളരുന്നതും. ആ രാജ്യത്തിൻ്റെ നന്മകളെയാണ് അവൻ ആസ്വദിച്ച് ജീവിക്കുന്നത്. അവൻ്റെ മുഴുവൻ സുരക്ഷിതത്വവും സംരക്ഷണവും അവൻ്റെ കളിത്തൊട്ടിലായ അവൻ്റെ രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും അവൻ്റെ സ്വരാജ്യത്തെ സ്നേഹിക്കുകയും ആ രാജ്യത്തെ അതിൻ്റെ ഉന്നതിയിൽ അവൻ ഭാഗവാക്കുകയും വേണം. ആ രാജ്യത്തെ അവൻ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ അവന് കഴിയണം. കാരണം അല്ലാഹു തആല പറഞ്ഞ ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നിശ്ചയിച്ചൊരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയിലെ ഒരു നല്ലൊരു പ്രകൃതിയാണ് അവൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത്. തന്നെയുമല്ല, സ്വരാജ്യ സ്നേഹം അത് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ, സജ്ജനങ്ങൾ, അവരുടെ സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വാക്കുകൾ, ദുആകൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബിജാൽ ഹാദൽ ബലദ അമീന, പടച്ചവനെ, എൻ്റെ ഈ രാജ്യത്തെ നീ നല്ല സുരക്ഷിതമായ രാജ്യമാക്കണം, നിർഭയമായ ഒരു ഭയവുമില്ലാതെ ജീവിക്കാൻ പര്യാപ്തമായ രാജ്യമാക്കണമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം രാജ്യത്തിന് വേണ്ടി ദുആ ചെയ്തത് അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാദാ ഹബീബുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിങ്ങളുടെ ഹബീബായ സയ്യിദുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യുഖാതിബു വതനഹു മക്കത്ത, തന്റെ ജന്മരാജ്യമായ പരിശുദ്ധ മക്കയോട് എത്ര സ്നേഹത്തോടെയാണ് സംബോധനം ചെയ്തത്. മാ തുയബക്കി മിൻ ബലദിൻ വഹബ്ബക്കി ഇലയ്യ,
ഓ മക്ക രാജ്യമേ, നിന്നെ ഇത്ര പരിശുദ്ധമാക്കിയതും എന്നിലേക്ക് നിന്നോടുള്ള സ്നേഹം ഇത്രമാത്രം രൂഢമൂലമാക്കിയതും എന്ത് വസ്തുവാണെന്ന് മക്കയെ അതിരിച്ച് സ്നേഹിച്ച അഷ്റഫുൽ ഖൽഖായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വരാജ്യത്തോടുള്ള അഭിസംബോധന നമുക്ക് ഹദീസുകളിൽ കാണാം. തന്നെയുമല്ല, ഹബീബായ നബി തങ്ങൾ യാത്രയിൽ നിന്ന് തിരിച്ച് മദീനയിലേക്ക് എത്തുമ്പോൾ, മദീനയിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ മദീനയോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യത്താൽ സ്പീഡിൽ നടക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം, ആ രാജ്യത്തിന്റെ ഉയർച്ച, അത് നമ്മുടെയും ഉയർച്ചയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം, അത് നമ്മുടെയും അഭിമാനമാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ ഉയർച്ചയും രാജ്യത്തിന്റെ അഭിമാനവും നമ്മുടെ പെരടികളിൽ, നമ്മുടെ ബാധ്യതകളിൽ, ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു തആല നമുക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫല്യുഅദ്ദില്ലദീ ഉത്മിന അമാനത. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിശ്വസിച്ച ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതവൻ വളരെ കറക്റ്റായി നിർവഹിച്ചു കൊള്ളട്ടെ. ഒരു രാജ്യത്തിന്റെ വാഗ്ദാനങ്ങളാണ് ആ രാജ്യത്തിന്റെ വിദ്യാർത്ഥികൾ. ആ രാജ്യത്ത് വളർന്നു വരുന്ന യുവസമൂഹം, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കാവശ്യമായ അറിവുകൾ വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കണം. രാജ്യത്തിന്റെ നന്മക്കും ഉയർച്ചക്കും ഭദ്രതക്കും ആവശ്യമായ വിജ്ഞാനങ്ങൾ അവർ നേടിയെടുക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഖുർ റബ്ബി സിദ്നി ഇൽമ. നബിയെ, തങ്ങള് എനിക്ക് ഇൽമ, വിജ്ഞാനം അത് ഏറ്റിത്തരണേ എന്ന് തങ്ങൾ ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് അല്ലാഹു തആല തന്നെ ആവശ്യപ്പെടുകയാണ്. അതതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തന്നെയുമല്ല, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രകീർത്തിക്കുന്നുണ്ട്, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഉത്തുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വാസികൾ, അതിലും പ്രത്യേകിച്ചും വിജ്ഞാനമുള്ള ആളുകൾ, അവർ ഒരുപാട് പദവികൾ കൊടുത്തുകൊണ്ട് അല്ലാഹു തആല ഉയർച്ചയിലേക്ക് നയിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ രാജ്യത്ത് സേവനം ചെയ്യുന്നവർ, ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നവർ, അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം. കാരണം അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു സുബ്ഹാനഹു തആല, അല്ലാഹു തആല യുഹിബ്ബു ഇദാ അമില അബ്ദുഹു അമലൻ അൻ യുത്ഖിനഹു. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ഒരടിമ അവൻ നല്ല നിലയിൽ, നല്ല മനസ്സോടുകൂടെ, സന്തോഷത്തോടുകൂടി സേവനം ചെയ്യുമ്പോൾ, അമല് ചെയ്യുമ്പോൾ അല്ലാഹുവിനത് വലിയ ഇഷ്ടമാണ്. ഇനി ഒരാള് നിർബന്ധിതാവസ്ഥയിൽ ഒരു സന്തോഷവുമില്ലാതെ, സംതൃപ്തിയുമില്ലാതെ യാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അത് അവൻ അങ്ങനെ സംതൃപ്തിയില്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നിർബന്ധിതാവസ്ഥയിലാണ്, സ്വയം മനസ്സിന് സന്തോഷമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു അങ്ങനെ തന്നെയായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്നേഹം അത് നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം. ഓരോരുത്തരും അവരവരുടെ രാജ്യത്തിന്റെ സ്നേഹം, ആ രാജ്യത്തിന്റെ എല്ലാ ഉയർച്ചയിലും, അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഭാഗധേയത്വം വഹിക്കാൻ ഓരോരുത്തർക്കും കഴിയണം. കാരണം ഒരു രാജ്യത്തിന്റെ പ്രതിരോധം, ആ പ്രതിരോധം ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നമ്മെ ആ കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ ഇടപാടുകളിൽ ആ രാജ്യത്ത് ജീവിക്കുന്നവർ സംശുദ്ധരായിരിക്കണം, സത്യസന്ധരായിരിക്കണം, വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധരായിരിക്കണം. ആ രാജ്യത്തെ തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ
ഒരു മെസ്സേജുകളോ മറ്റു വാക്കുകളോ പ്രവൃത്തികളോ ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. തന്നെയുമല്ല, പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും രാജ്യത്ത് ജീവിക്കുന്നവർ ആ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് അത് അനിവാര്യമായ ഘടകമായി മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്ന ഖിയാറക്കും അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും ഉന്നതർ ഉത്തമർ അവര് നല്ല സ്വഭാവമുള്ളവരാണ്. നേരത്തെ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ട് രാജ്യത്ത് ജീവിക്കുമ്പോൾ വ്യക്തിപരമായും സാമൂഹികമായും ആ രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് കഴിയും. തന്നെയുമല്ല, പരിശുദ്ധമായ രാജ്യത്തിന്റെ പ്രതിരോധം, ആ പ്രതിരോധത്തിന് വലിയ വിലയുണ്ട്, വലിയ സ്ഥാനമുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി അവന്റെ ശരീരങ്ങളെ അവൻ ചെലവഴിക്കണം. അവന്റെ ആത്മാവുകളെ അവൻ ദാനമായി നൽകണം. ആ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയും നിർഭയത്വത്തിന് വേണ്ടിയും അവൻ ഉറക്കമൊഴിക്കണം. അങ്ങനെ ചെയ്താൽ അവൻ നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുമെന്ന്, അതേപോലെ സ്വർഗത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവന് ലഭിക്കുമെന്നും റസൂലുള്ളാഹി തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഐനാനി ലാ തമസ്സുഹുമൻ നാർ, രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല. ഐനുൻ ബക്കത്ത് മിൻ ഖുശിയത്തില്ലാഹി, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകളും, വൈനുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തില് കാവൽക്കാരായി ഉറക്കമൊഴിച്ച് രാജ്യത്തിന്റെ അതിർത്തികളിലും അല്ലാതെയും ഉറക്കമൊഴിച്ച് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ, ഈ കണ്ണുകളെയും അള്ളാഹു ഒരിക്കലും നരകം സ്പർശിക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ രാജ്യത്ത് മാതൃകാപരമായ ജീവിതം നയിക്കണം. ഈ രാജ്യത്ത് അഭിമാനമുള്ളവരായി നമുക്ക് ജീവിക്കാൻ കഴിയണം. തന്നെയുമല്ല, മറ്റു രാജ്യങ്ങൾക്കും നമ്മുടെ ജീവിതം മാതൃകയാവണം. ആ രീതിയിൽ പരിപാവനമായ സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ രാജ്യത്തിലുള്ള ഓരോരുത്തരും ശ്രമിക്കുകയും ആ രാജ്യത്തെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഓരോരുത്തരും തയ്യാറെടുക്കുകയും അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ജീവിക്കുന്ന ഈ രാജ്യത്തെയും എല്ലാ രാജ്യങ്ങളെയും അവന്റെ കാവൽ, അവന്റെ സംരക്ഷണം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്നും ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.